പൊതുവേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഹോളിഡേ വീട്ടിലിരിക്കുന്ന അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ നേരെ വണ്ടി എടുത്ത് തൃശ്ശൂർക്ക് വിട്ടു. വഴിവെക്കിൽ ഒരു കുഞ്ഞു കട ഉണ്ട് കേട്ടോ. അപ്പം വണ്ടി നേരെ സൈഡാക്കിയിട്ട് കയറി. ഷാജി പാപ്പൻ്റെ പഴം ജ്യൂസ് കട എന്നായിരുന്നു കേട്ടോ പേര്. ഇത് തൃശ്ശൂർ പുള്ള റോഡിലാണ് കേട്ടോ. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഒത്തിരി ഇതുപോലുള്ള സ്റ്റോളുകൾ റോഡിൻ്റെ രണ്ട് സൈഡും കാണാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പഴം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. പഴവും നട്ട്സും പിന്നെ കുറേ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ ജ്യൂസ്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനത് വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നപ്പോഴത്തേക്കും സാധനം കയ്യിൽ കിട്ടി. വാവോ എന്ന് പറയാനുള്ള ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും കൊള്ളാം. അതുപോലെ തന്നെ വയറും നല്ല രീതിയിൽ ഫില്ലാവും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഓരോ ഗ്ലാസ് അടിച്ചിട്ട് നേരെ തൃശ്ശൂർക്ക് പോകാനുള്ള പ്ലാനാണ്. പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലെങ്കിലും ഒന്ന് തൃശ്ശൂർ റൗണ്ടിലൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് നേരെ വണ്ടി എടുത്ത് റൗണ്ടിലോട്ട് വിട്ടു. നമ്മുടെ വടക്കുന്നാഥന് കേട്ടോ. ഇപ്പോൾ പൂരം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ ആദ്യം ഫെസ്റ്റിവലൊന്ന് കാണാം. തൃശ്ശൂർ പൂരം അടുത്ത മാസമാണല്ലോ. പക്ഷെ അവിടെ എത്തുമ്പോൾ പണി പാളി, തുറന്നിട്ടില്ല കേട്ടോ. 5-ാം തീയതി ആവുമെന്ന് പറഞ്ഞു. പിന്നെ നേരെ ശക്തം പാലസിലോട്ട് വിട്ടു. റിനോവേഷൻ നടന്നതുകൊണ്ട് തന്നെ ഒന്ന് കയറി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കയറി നോക്കിയപ്പോൾ പിന്നെ അവിടെ നിന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ച് നേരെ വണ്ടി എടുത്ത് ശോഭയിലോട്ട് വിട്ടു. ശോഭ എപ്പോഴും ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഇവിടെ വന്ന സമയം പോകുന്നത് അറിയാത്തതുകൊണ്ട് തന്നെ ഒരു 3-3:30 ആയപ്പോഴാണ് കേട്ടോ വന്ന് കയറിയത്. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഉണ്ടെങ്കിലും എപ്പോഴും ഫുള്ളായിരിക്കും. ഒരുവിധം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്തോട്ട് കയറാമെന്നൊരു ഐഡിയയിൽ ശോഭയിലോട്ട് കയറി. അവിടെ പുതിയ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുകയാണ് കേട്ടോ. ഒരുവിധം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ മോളിൻ്റെ ഉള്ളിലോട്ട് കയറി. ആദ്യം നേരെ പോകുന്ന സ്റ്റുഡിയോയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ലുലുവിലെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ കുറേ ഇയറിങ്സ് കളക്ഷൻ കണ്ടു. പക്ഷേ എനിക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ട് ശോഭയിൽ ഇപ്രാവശ്യം ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ കൊള്ളാം. ശോഭയിലെ കളക്ഷൻ കുറച്ചും കൂടി ബെറ്ററാണെന്ന് തോന്നി കേട്ടോ. അവസാനം 2-3 ഇയറിങ്സൊക്കെ പിക്ക് ചെയ്ത് നേരെ മേക്കപ്പ് സെക്ഷനിലോട്ട് പോയി. മിററിൽ കുറച്ച് നേരം എൻ്റെ ഫോട്ടോയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം നേരെ വേറെ 2-3 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞ സ്റ്റഡുകൾ ജീൻസിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അതൊക്കെ നോക്കുവാണ്. പിന്നെ എനിക്ക് നമ്മുടെ റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറേ നേരം റിങ്സ് നോക്കി. പക്ഷേ എനിക്ക് എടുത്തില്ല കേട്ടോ. റിങ്സ് അങ്ങനെ ഞാൻ എടുത്തില്ല. പിന്നെ അതിനുശേഷം വീട്ടിലിടാൻ ചപ്പൽ വേണമായിരുന്നു. അങ്ങനെ നേരെ ചപ്പലിൻ്റെ സെക്ഷനിലോട്ട് പോയി. സ്ലിപ്പേഴ്സാണ് നോക്കണേ. 199 നല്ല കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് അധികം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നേരെ പോയി പിടിച്ചത് ഇതിലാണ്. പിന്നെ ഒരു ഷൂ മേടിച്ചു. ഇതാട്ടോ മേടിച്ചത്. പിന്നെ എനിക്ക് ജിമ്മിലത്തേക്ക് വേണ്ടി 2-3 ടീഷർട്ട് മേടിക്കണമായിരുന്നു. ഞാൻ ഓവർ സൈസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും. ഡ്രസ്സിൻ്റെ കാര്യത്തിലായിരുന്നാലും ടീഷർട്ടും അല്ല. അപ്പോൾ അതിൽ നിന്ന് 2 ടീഷർട്ട് എടുത്തു. അതുകൊണ്ട് ഇച്ച എന്നോട് പറയാം നിന്നെപ്പോലെ 2 പേർക്ക് അതിനകത്ത് കയറി നിൽക്കാമെന്ന്. ടീഷർട്ട് പർച്ചേസ് ചെയ്യാൻ ശേഷം നേരെ പോയത് ടോപ്പിലാണ് കേട്ടോ. കോട്ടൺ ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ കേരളത്തിലെ ക്ലൈമറ്റിന് പറ്റിയ ഡ്രസ്സാണ് കേട്ടോ. അധികം ചൂടെടുക്കത്തില്ല. അങ്ങനെ ഞാൻ 2-3 ടോപ്പും എടുത്തു. ഞാൻ കൂടുതൽ നമ്മുടെ ഓപ്പൺ ഇല്ലാത്ത ടോപ്സായി യൂസ് ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഓപ്പൺ ഉള്ള ടോപ്സ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ 2-3 കോട്ടൺ ടോപ്സ് എടുത്തു. ഇത് മെയിനായിട്ട് ഞാൻ നമ്മൾ ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിംഗ് കേസുകളൊക്കെ ഒക്കെയാണ് കേട്ടോ എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ബില്ലിംഗ് സെക്ഷനിൽ പോയി. കുറച്ചും കൂടി അവിടെ നിന്നാൽ ഭയങ്കര തിരക്കാവും ബില്ലിംഗ് സെക്ഷനിൽ. അങ്ങനെ നേരെ പോയി ബില്ല് ചെയ്തു. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മേടിച്ച സാധനങ്ങൾ. അത്യാവശ്യം പൈസ വെട്ടിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും. അതിനുശേഷം നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഒരുമിച്ച് എല്ലാം കൂടി ആയാൽ എല്ലാം നിൽക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ വീട്ടിലെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വേറെ എങ്ങോട്ടേലും പോകണം. അങ്ങനെ പിന്നെ കുറച്ച് സാധനം മേടിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ കാണാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ മിഠായിയുടെ സൈഡിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല. ഇപ്രാവശ്യം ഇതെല്ലാം കൂടി ഒരുമിച്ചായിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മിഠായിയൊക്കെ നോക്കി അതിൽ നിന്നും കുറച്ചെടുത്തു. ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കോഫിയുടെ സെക്ഷനിൽ പോയി കോഫി എടുത്തു. ഇതാണ് കേട്ടോ ഞാൻ പുതുതായിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചത്. ഞാൻ കഴിച്ചില്ല. പോപ്സ് ചോക്കോ ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്തു. കുറച്ച് ഓട്സ് എടുക്കാനുണ്ടായിരുന്നു. വീട്ടിലത്തേക്ക് അത്യാവശ്യ സാധനങ്ങൾ എടുത്തു. അതുകൊണ്ട് ഇച്ചേനെ വഴക്കുറഞ്ഞോണ്ടിരിക്കുക. നിനക്ക് ഇതൊക്കെ വീട്ടിൻ്റെ ഇവിടെ നിന്ന് മേടിച്ചാൽ പോരെ, ഇവിടെ നിന്ന് വാരി കെട്ടിക്കൊണ്ട് പോകണമെന്ന്. എന്തായാലും വന്നതല്ലേ, ഒരുമിച്ച് എല്ലാ കാര്യവും നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഒരൊറ്റ മനുഷ്യമില്ല. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ ആരും കയറാറില്ല എന്ന് തോന്നുന്നു. പച്ചക്കറിയൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ അത്യാവശ്യം സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ബുക്ക് സ്റ്റോളിലോട്ടാണ് പോയത്. ഇവിടെ വന്നാൽ ഞങ്ങൾ എന്തായാലും DC ബുക്സിൽ കയറി ബുക്സ് മേടിക്കാറുണ്ട്. അങ്ങനെ പുതിയ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബുക്ക് നോക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മേടിക്കാമെന്ന് വിചാരിച്ചു. നിശബ്ദ സഞ്ചാരങ്ങൾ നല്ല ബുക്കാട്ടോ. പിന്നെ പുതിയൊരു ബുക്കിന് ഓർഡർ കൊടുത്തിട്ടാണ് വന്നത്. 25ന് റിലീസാവുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം നേരെ കോഫി ഷോപ്പിൽ പോയി. ഇവിടെ വന്നാൽ ഇതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇറങ്ങാൻ നേരത്തെ ഒരു ഐസ്ക്രീമും ഒരു ടീയും നമുക്ക് മസ്റ്റാണ്. അങ്ങനെ ഇവിടെ നിന്ന്
ദൂരെയുള്ള ഫ്ലാറ്റ്സൊക്കെ നോക്കിക്കൊണ്ട് ഒരു ചായ കുടിക്കാൻ ഓർഡറൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചായ വന്നു. ഇവിടുത്തെ ചായ ആസ് യൂഷ്വൽ നോർമൽ ടീ ആണെങ്കിലും ഇവിടുത്തെ സമൂസ സ്പെഷ്യലാണ്. കാരണം നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാളും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റഫാണ് കേട്ടോ അകത്തുള്ളത്. മുളക് ചട്നിയൊക്കെ വെച്ചിട്ട് എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എരിയും ചൂടും ഒരുമിച്ച് പറ്റില്ല, ഇക്കിള് വരും കേട്ടോ. അതെൻ്റെ പണ്ടേ ഉള്ള ശീലമാണ്. പണ്ട് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ പൊതുവെയുള്ള ശീലമായിരുന്നു ഇത് ചുക്ക് കാപ്പിയും പുഴുങ്ങിയ മുട്ടയും കഴിക്കൽ. അന്നും എനിക്ക് അന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പോയി. അതിനുശേഷം വണ്ടി കണ്ടുപിടിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടാസ്ക്. അവസാനം കീ ഒക്കെ ഓണാക്കി വണ്ടി കണ്ടുപിടിച്ചു. നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോണ സമയത്താണ് സമയം നോക്കിയത്. 3:30 ഇതിനകത്ത് കയറിയതാണ്. 8 മണിയായിട്ടോ. ഇതിനകത്ത് വന്നാൽ സമയം പോണ ഒട്ടും അറിയാൻ പാടില്ല. അങ്ങനെ നേരെ വണ്ടി എടുത്തു. അത്യാവശ്യം തിരക്ക് കുറവാണ്. സൺഡേ അല്ല കേട്ടോ, ഇന്ന് വർക്കിംഗ് ഡേയിലാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഇന്ന് ലീവായതുകൊണ്ട്. പിന്നെ അതിനുശേഷം വീട്ടിലെത്തി. ഫുഡൊന്നും കുക്ക് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ചിട്ടാണ് വന്നത്. ഇത് പൊറോട്ടയാണ്. ഞങ്ങൾ പാക്കറ്റ് പൊറോട്ടയാണ് മേടിച്ചത്. ഒന്ന് ചൂടാക്കി എടുത്തു. അതിനുശേഷം ഇനി ഒന്ന് ഇടിച്ച് പരത്തണം. എൻ്റെ ആരോഗ്യത്തിന് അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ ബീഫ് റോസ്റ്റ് വണ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും ബീഫ് റോസ്റ്റൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ.